കേരള PSC സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66 കാലഘട്ടമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ ഉൽപാദനം, വ്യവസായ ആശ്രയത്വം എന്നിവയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1965 ഈ സ്ഥാപനം സ്ഥാപിതമായത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. നമ്മുടെ മിക്കുള്ള ക്വസ്റ്റ്യൻസിലും വരാനുള്ളതാണ് ഹരിത വിപ്ലവം എന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം കടുത്ത വളർച്ചയും കാരണമായി. 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിക്ക് 2.8% വളർച്ച നേടാനേ കഴിഞ്ഞിരുന്നുള്ളൂ. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷക്കാലത്തുമാണ്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നിരുന്നത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പിന്നെ നമുക്ക് അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ. നാലാം പഞ്ചവത്സര പദ്ധതി 1969-74 കാലഘട്ടത്തിലായിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച, ആശ്രയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. PSC സൂചിക പ്രകാരം ഗാന്ധിയൻ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം നടത്തിയ കാലയളവിലെ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. 1969 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ വർഷം 1970. ഇത് മിക്കവാറും ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. 1971 ഇൻഡോ പാക് യുദ്ധം ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥി പ്രവാഹവും പദ്ധതിയും പരിചയപ്പെടാൻ കാരണമായി. 3.3% വളർച്ച കൈവരിക്കാനോ ഈ പദ്ധതിക്കുള്ളൂ. ലക്ഷ്യം 5.7%. അലി നെസ് മുന്ന, അശോക് റൂഡൽ മോഡൽ എന്നിവയാണ് പഞ്ചവത്സര പദ്ധതികൾ. അടുത്തത് നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ദാർ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തതയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 പരിപാടിയായി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. 1975 ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സരവുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കുക. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജോലിക്കൂലി ഭക്ഷണം പദ്ധതി ആരംഭിച്ച പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡോ ഏരിയ വികസന പദ്ധതി 1974-75 ആരംഭിച്ചു. മൊറാർജി ദേശായി ഗവൺമെൻറ് 1977 ഒരു വർഷം മുമ്പേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. റോളിംഗ് പ്ലാനാണ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിനുപകരം സാമൂഹ്യ നീതിക്കു വേണ്ടിയുള്ള വളർച്ച എന്നാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റൊണാൾഡ് മീർഡാൽ ആണ്. ഏഷ്യൻ ഗ്രാമ എന്ന ഗ്രന്ഥത്തിൽ രചിച്ചതാണ് റൊണാൾഡ് മീർഡാൽ. സംയോജിത
ശിശു വികസന ക്ഷേമ പദ്ധതി ICDS നിലവിൽ വരുന്നതും 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1975 ഒക്ടോബർ 2-ന്. ഇത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം തുടർന്ന് ഉണ്ടായ രാഷ്ട്രീയ മാറ്റവും 5-ാം പദ്ധതി സുഗമമായി നടപ്പിലാക്കി തടസ്സമാക്കിയതും 4.4% വളർച്ച നിരക്ക് ലക്ഷ്യം വച്ച പദ്ധതിക്ക് 4.8% വളർച്ച നിരക്ക് കൈവരിക്കാനായി. ഹിന്ദു റൈറ്റ് ഓഫ് ദ ഗ്രോത്ത് 1950 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ആയിരുന്നു. ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന് ഉപജ്ഞാതാവാണ് രാജ് കൃഷ്ണ. അടുത്തതായിട്ട് വരുന്നത് 6-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1980-85 കാലഘട്ടത്തിലാണ്. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. RLEGP 1983, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കി. 6-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗ്രാമീണ മേഖലയിലെ തൊഴിലിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമായിട്ടാണ് DWCRA ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് റൂറൽ ഏരിയ പദ്ധതി ആരംഭിച്ചത്. 6-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് 1982. ഈ പദ്ധതി ദേശീയ വരുമാനം 5.7 വാർഷിക വളർച്ച നേടി. ലക്ഷ്യം 5.2% ആണെങ്കിൽ. അടുത്തത് 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1985-90 കാലഘട്ടത്തിലാണ് വരുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധന, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹ്യ നീതി തുടങ്ങിയവയ്ക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് 7-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് വാർത്താവിനിമയം, ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 7-ാം പഞ്ചവത്സര പദ്ധതി. 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് ദേശീയ പരിസ്ഥിതി സംരക്ഷണം 1986, ദേശീയ വിദ്യാഭ്യാസ നയം 1986, ദേശീയ വിഭക്ത സംരക്ഷണ നിയമം 1986, ജവഹർലാൽ യോജന 1989 ഏപ്രിൽ, ഇന്ദിരാഗാന്ധി ആവാസ് യോജന 1985, മില്യൻ വെൽഡ് സ്കീം 1988-89 കാലഘട്ടം, നെഹ്റു റോസ്ഗാർ യോജന 1989 ഒക്ടോബറിലാണ്. 5.0% ലക്ഷ്യം വച്ച ഈ പദ്ധതി 6.0% വളർച്ച നിരക്ക് കൈവരിച്ചു. വാർഷിക പദ്ധതി. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990-92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാർഷിക പദ്ധതി. 1990-92 ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം നൽകിക്കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ. പിന്നെ അടുത്തത് 8-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1992-97 കാലഘട്ടം. 8-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മാനവ വികസനവും വ്യവസായിക ആധുനികവൽക്കരണവും ആയിരുന്നു. മാൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നതും 8-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ പ്രഥമ വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികസനമായിരുന്നു. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 8-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992, പഞ്ചായത്തി രാജ് സംവിധാനം 1993 ഏപ്രിൽ 24
എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയും 8ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 1995 ജനുവരി 1-നായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വച്ചത് 5.6% വളർച്ച നിരക്കാണ്. എന്നാൽ 6.8% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പഠിച്ചോളണേ. അത് അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി 1997-2002 സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തെ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലക്ഷ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കുക, പ്രൈമറി വിദ്യാഭ്യാസം സൗന്ദര്യമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. 1998 മെയ് 10. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കുടുംബശ്രീ ആരംഭിച്ച വർഷം ചിലപ്പോൾ ചോദിക്കാം. കുടുംബശ്രീ തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ന് ചോദിക്കാം. ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. രണ്ടാമത്തെ ആണവ പരീക്ഷണം 1998 മെയ് 11-13 ഇന്ത്യ നടത്തിയത്. രഹസ്യനാമം ശക്തി. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. അത് 9ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനുമായുള്ള സർവ ശിക്ഷാ അഭിയാൻ SSA 2001 ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ POTR പ്രൊവൻഷണൽ ഓഫ് ദ ടെററിസം ആക്ട് 2002 മാർച്ച് 28 എന്നിവയാണ് നിലവിൽ വന്നത്. ഇതും 9ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. ലക്ഷ്യമിട്ടത് 6.5% വളർച്ച നിരക്കാണ്. എന്നാൽ നേടിയത് 5.44%. വളർച്ച നിരക്ക് ചിലപ്പോൾ ചോദിക്കാം. പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി 2002-2017 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയ്ക്കും ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ വെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക, ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യത്തിലാണ് നടപ്പിലാക്കിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യമിട്ടത് 8% വളർച്ച നിരക്ക്. എന്നാൽ നേടിയത് 7.6% വളർച്ച നിരക്കാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ ഏത് പഞ്ചവത്സര കാലത്താണെന്ന് ചോദിക്കാം. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2002-2007 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2007-2012 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപന ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതതയ്ക്കും മുൻഗണന നൽകി പഞ്ചവത്സര പദ്ധതി ആണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന എന്നിവ നടപ്പിലാക്കിയതും
11ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. 8% വളർച്ച നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. ലക്ഷ്യം 9%. ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കൈവരിച്ചു. അതും ചോദിക്കാമേ. അടുത്തത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 2012-2017 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കരാർ രേഖ 9% വളർച്ച നിരക്കാണ് ലക്ഷ്യം ആയിരുന്നു. എന്നാൽ 2012 ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതിയുടെ യോഗം 8% കുറച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. മിക്കവാറും ഇതും ചോദിക്കാമേ. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളാണ്: ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. 2014 സെപ്റ്റംബർ 25 നീതി ആയോഗ് രൂപീകരിച്ചു. അതും 2015 ജനുവരി 1. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനും ചോദിച്ചതാണ്, ഈ നീതി ആയോഗ് രൂപീകരിച്ച വർഷം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പ്രധാന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 2015 ജൂൺ 1 നിലവിൽ വന്നു. 2012 ആരംഭിച്ച് 2017 അവസാനിപ്പിച്ച 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു. ബ്രോലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി UNWCED സ്ഥാപിച്ച കമ്മീഷനാണ് ബ്രോലാൻഡ് കമ്മീഷൻ. ചെയർമാൻ ഹെലൻ ബ്രോലാൻഡ്. അവർ കം ഫീച്ചർ ഓഫ് എന്നറിയപ്പെടുന്നതും ഈ കമ്മീഷൻ തന്നെയാണ്. അപ്പം ഇത്രയാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇത്രയും പഞ്ചവത്സര പദ്ധതികളുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിച്ചിട്ട് കമൻ്റൊക്കെ ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.